അല്ലാതെ എന്നോട് പോരെടുക്കാനും വന്നാലല്ലോ. പോരെടുത്താലല്ല
ഇതിനാണെന്നോ? അവനെ കുറിച്ച് നിങ്ങൾക്ക് അറിയില്ല. ഒരു മകനെനിക്കുണ്ട് തങ്കപ്പൻ, അവൻ കുളക്കടവിൽ ഒളിച്ചിരിക്കണ തങ്കപ്പൻ. ഒരു മകനെനിക്കുണ്ട് തങ്കപ്പൻ, അവൻ കുളക്കടവിൽ ഒളിച്ചിരിക്കണ തങ്കപ്പൻ. ഏതു പെണ്ണിനെ കണ്ടാലും പിന്നാലെ കൂടണ തങ്കപ്പൻ, നല്ല കണ്ടുകൊണ്ടെന്നാലും വിളിച്ചു നിൽക്കും തങ്കപ്പൻ. അയ്യോ, തന്റെ മോനെ മര്യാദ കളഞ്ഞോളാം കേട്ടോ. അല്ല എന്താ ഇത്? അവൻ ഏതോ ഒരു കുളക്കടവിലുണ്ട്, അത് ഉറപ്പാ. അവൻ എവിടെ ചെന്നാലും അതിന്റെ റിസൾട്ട് എനിക്ക് അപ്പം തന്നെ ഇവിടെ കിട്ടും. ചെറുക്കനെ കുറിച്ച് കൂടുതൽ അറിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് എല്ലാവർക്കും കൂടി പെണ്ണിന്റെ വീട്ടിലേക്ക് ഒരു യാത്ര പോകാം. ഇതൊക്കെ ഒന്ന് നടന്നാ മതിയായിരുന്നു. കല്യാണമാമകത്തിന് പോയി വരട്ടെ. എങ്ങോട്ടൊക്കെ ഒന്ന് കൂടോ. അയ്യോ, അയ്യോ, ഇത് വെറും തന്ത. പക്ഷേ ഇതുപോലല്ല മകൻ. ആ മകനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവൻ പുഞ്ചിരിക്കുമ്പോ ഒരു പയ്യനാണ് ചുണ്ടിൽ തിളങ്ങി നിൽക്കും നീലതാരാതീരികൾ. കാര്യമെങ്കിലേക്കാണെങ്കിലും ചെറുക്കൻ ഒന്നുണ്ട്, വിദ്യാഭ്യാസം. എന്നിട്ട് അവൻ എന്നോട് പറഞ്ഞു, ചേട്ടാ എനിക്കൊരു വഴി വേണം, ഒരു ഇട വേണം, ഒരു തുണ വേണം, അതിനെനിക്കൊരു പെണ്ണ് വേണം. ഞാൻ പറഞ്ഞു, അത് പറ്റാനുമല്ല, നിങ്ങളുടെ മകൾ. അല്ല, ആശ വഴിയിടാൻ മറന്നുപോയതാ. മഹാരാജാവേ, പെണ്ണിന്റെ അപ്പൻ ആരാണ് അറിയാമോ? ആരാണ് അപ്പമുങ്കവൻ? വാക്കുറന്നാൽ പച്ചത്തരി കൈയെടുത്താൽ കുമ്പിനിധി പാത്രപ്പനെ പോയിട്ടില്ല. നാട്ടിലുള്ളൊരു കേസ് മൊത്തം കണ്ടവന്റെ തലയിൽ വച്ച് കാറ്റു വാങ്ങി കേട്ടൊതുക്കല്ലോ. ബാക്കിയുള്ളൊരേമാൻ വിജയുള്ള കേമൻ ബാക്കിയെടുത്തണിഞ്ഞാൽ വെറുമന കാണില്ല. ദേശം വന്നുടനെ തങ്ങു തങ്ങൾ വാക്കുറന്നാൽ തെറി പറയും. നോക്കു ചുണ്ടി പേടിപ്പിക്കും, നോക്കി നിന്നാൽ പിന്തുടനെ നോക്കില്ല. ഓഹോ, അത്രയ്ക്ക് കെങ്കമലാണെങ്കിൽ അമ്മേ ഒന്ന് മുഖം കാണിക്കാൻ പറയൂ. അല്ലത് സാറിന്റെ മകളെ കാണാമെന്ന് ചെറുക്കേണ്ട തന്തയാണത്. അത് ശരി, എന്റെ മകളെ കസ്റ്റഡിയിലെടുക്കാമെന്നാണല്ലേ? ഇവിടെ പറയുക, എവിടെയാണ് നിങ്ങളെ കൂടി ചെറുക്കനെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത്? ചെറുക്കക്കാരനകത്ത് അരിഞ്ഞൊടുങ്ങിയിരിക്കുകയാണ്. അരിഞ്ഞൊരുങ്ങിയിരിക്കുകയാണ്. പോയി തൊണ്ടി സഹിതം പൊക്കിക്കൊണ്ട് പോരാ. എല്ലാവരും കൂടി എന്നെ പഠിക്കും. പിന്നെ എല്ലാവരോടും കൂടി ഒരു കാര്യം പറഞ്ഞേക്കാം. എന്റെ മകളെ മര്യാദക്ക് നോക്കിയില്ലെങ്കിൽ തോന്നിയവാസം കാട്ടിയെന്നാൽ വിജയമുടയാനും പങ്കരാനും. എന്റെ മോളെ നല്ല പോലെ
കൊണ്ട് അങ്ങേറ്റ് കുത്തുകുത്തു ഞാൻ. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പേടിപ്പിച്ച് സമയം കളയാതെ പെണ്ണിനെ വിളിക്കേ. അതിനു മുമ്പ് ചെറുക്കനെ വിളിക്കണം. പെണ്ണെവിടെ? അപ്പാപ്പനോ? അപ്പ പെണ്ണെവിടെ? അവള് വിളിക്കുക. എന്നാ ഞാൻ പോയി കണ്ടിട്ട് വരാം. തൊണ്ടി താഴെ ഞാൻ നിന്നെ എത്തിക്കാൻ പോവാ. ഇനി മുതൽ നീയാണ് സൂക്ഷിക്കേണ്ടത്. മോളെ ലോകത്തിന് അറിയുള്ളേ. ചെറുക്കനും പെണ്ണും തമ്മിൽ കണ്ട സ്ഥിതിക്ക് അവരവിടെ നിന്ന് ലാസ്കരിക്കട്ടെ. നമുക്ക് അവിടെ പോയി ലാസ്കാർ നടത്താം. ഇത് നമ്മൾ തട്ടിക്കൊല്ലാൻ പോവുകയാണോ? ഏതോ വിവരമില്ലാത്ത രാജാവേ. എന്തോ നമുക്ക് അപ്പുറത്ത് പോയി ചായ കുടിക്കാൻ നമുക്ക് ആൾ വന്നത്. ചായ കുടിച്ച് തീരുമ്പോൾ എനിക്കും എന്റെ സംഘത്തിനും 5 നിമിഷം വിശ്രമം. അത് പിന്നെ അവന്റെ പാത്രത്തിൽ ചായ കുടിച്ച അവൻ ചേട്ടനെ നോക്കാതിരിക്കുമോ? അല്ലെ നിനക്കെന്താ പണി? തയ്യലാ. പോക്കറ്റടിക്കോ? പോക്കറ്റ് മാത്രല്ല, കയ്യും കിട്ടും കഴുത്തും കിട്ടും. ചേട്ടന്റെ അല്ല തോന്നിന്റെ. ഞാൻ പേടിക്കൂ. പെണ്ണെ നിനക്ക് എന്നെ ഇഷ്ടമായോ? ചേട്ടനൊരു പുസ്തകമായിരുന്നെങ്കിൽ ഞാനെന്റെ മാറോട് ചേർത്ത് പിടിച്ചേനെ. പിന്നെ നീയൊരു ഡയറി ആയിരുന്നെങ്കിൽ ഒരു വർഷം കഴിയുമ്പോ നിന്നെ എനിക്ക് മാറ്റാമായിരുന്നു. ചേട്ടാ എന്താ? ചേട്ടനൊരു കഴിവായിരുന്നെങ്കിൽ എനിക്ക് ചതച്ചടച്ച് തുപ്പാമായിരുന്നു. അതൊക്കെ പോട്ടെ. പെണ്ണെ എന്റെ കൂടെ താമസിക്കാൻ ചൂടുപോകാം പെൺകൊടി കുട്ടി വഴിക്കടിയൊരു കൂട്ടുവരും പെൺകൊടി മുംബൈ കാണാടി പുറകെ താജ്മഹൽ കാണാടി കോവ കാണാടി അവിടെ വീട്ടിലൊന്ന് കറങ്ങാടി ഒരുങ്ങി വന്നാൽ നമുക്ക് ചുറ്റാടി. അയ്യോ ടൂറില്ലേ എന്റെ അച്ഛൻ കേസ് കൊടുക്കും. ഞാൻ കിട്ടുന്ന പെണ്ണിനെ കൊണ്ട് ടൂർ പോകുന്നതിന് നിന്റെ അച്ഛനത്തിനെ കേസ് കൊടുക്കുന്നത് ഇതിന്ന് അറിഞ്ഞിട്ട് വരുന്ന കാര്യം. ഈ ഒന്ന് എത്രയാണ്? എന്നാലേ ഈ രണ്ടിലൊന്ന് എനിക്ക് ഇപ്പൊ അറിയണം. കല്യാണം കഴിഞ്ഞ് ഞാൻ ഈ പെണ്ണിനെ കൊണ്ട് ടൂർ പോകുന്നതിന് ഈ പോലീസുകാരനെന്തിനാ കേസ് കൊടുക്കുന്നത്? പോലെ പോലീസ്
കൊച്ചു ഫ്രീ. എനിക്ക് കൊച്ചു ഫ്രീ ഒന്നും പോരാ, എനിക്കൊരു വലിയ ഫ്രീ വേണം. എടാ മണ്ട, ഈ പെണ്ണിനെ കെട്ടിയ ഇവക്കടെ 4 വയസ്സുള്ള ഒരു മുഴുത്ത കൊച്ചിനെ നിനക്ക് ഫ്രീ. അതെ, ഒരു മാജിക് ഫ്രീ കുട്ടി ഫ്രീ. നാം സന്തുഷ്ടനായി നമ്മുടെ കുലമഹിമയ്ക്ക് ചേർന്ന പുത്രമുതൽ കിട്ടിയതിൽ നാം സന്തുഷ്ടനായിരിക്കുന്നു. ആരുടെ ഒട്ടാരം നർത്തകിമാർ വരട്ടെ, വാദ്യഘോഷങ്ങൾ മുഴങ്ങട്ടെ, വിവാഹം സമങ്ങളും കൊണ്ടാടട്ടെ. അതെ, നമുക്ക് എല്ലാവർക്കും ചേർന്ന് കല്യാണം അടിച്ചു പൊളിക്കാം.